ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കരിക്കട്ട. ഇത് ഈ ചാനലിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണ്. എൻ്റെ കലാപ്രവർത്തനങ്ങളുടെ പുരോഗതി രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗ്ഗമെന്ന നിലയിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിനെ കാണുന്നത്. സത്യത്തിൽ ഒരു കലാകാരനാകുക എന്നുള്ളത് എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ പഠനം, ജോലിക്കായുള്ള തിരച്ചിൽ, അങ്ങനെ പലവിധ കാരണങ്ങളാൽ എനിക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായി സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതം ഏറെക്കുറെ ഒരു പ്രത്യേക ക്രമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ജോലിക്ക് ശേഷം കുറച്ച് ഒഴിവു സമയവും ഇപ്പോൾ എനിക്ക് ലഭിക്കാറുണ്ട്. ആ ഒഴിവു സമയം പ്രയോജനപ്പെടുത്തി എങ്ങനെ ഒരു കലാകാരനാകാമെന്ന് ഞാൻ ChatGPT ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ChatGPT നിർദ്ദേശപ്രകാരം ആദ്യ പടിയെന്ന നിലയിൽ ചിത്രകല പഠിക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികളെല്ലാം വാങ്ങി. വിവിധ ഗ്രേഡിലുള്ള പെൻസിലുകൾ, ഡ്രോയിങ് ബുക്ക്, ഇറേസർ, ഷാർപ്പനർ, അതുകൂടാതെ ചെറിയൊരു സ്കെയിലും പിന്നെ ഒരു കട്ടിംഗ് ബ്ലേഡും കൂടി ഞാൻ വാങ്ങി. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിന് എന്ത് പേര് കൊടുക്കണമെന്ന് ഒരുപാട് ആലോചിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ആലോചനയ്ക്ക് അവസാനം എൻ്റെ മനസ്സിൽ തോന്നിയൊരു പേരാണ് കരിക്കട്ട. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു കലാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ച വസ്തു ഒരു കരിക്കട്ടയായിരുന്നു. വീട്ടിലെ അടുപ്പിൽ നിന്ന് ലഭിച്ച കരിക്കട്ട ഉപയോഗിച്ചായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ചിത്രം വരച്ചത്. വീടിൻ്റെ വെള്ളപൂശിയ ചുമരിലായിരുന്നു അത് വരച്ചിരുന്നതെങ്കിലും ആരും എന്നെ വഴക്ക് പറഞ്ഞതായി എൻ്റെ ഓർമ്മയിലില്ല. നമുക്ക് ചുറ്റും നമ്മൾ സ്ഥിരമായി കാണുന്ന ചെറിയ ചെറിയ വസ്തുക്കളെ വരച്ചാരംഭിക്കാനാണ് ChatGPT എന്നോട് പറഞ്ഞത്. തൽക്കാലം ഒരു ക്യൂബ് വരച്ചത് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് ChatGPT എന്നോട് പറഞ്ഞ പ്രധാന കാര്യങ്ങളിലൊന്ന് സ്ഥിരതയെപ്പറ്റിയാണ്. ദിവസേന 15 മുതൽ 30 മിനിറ്റ് വരെ ഇതിനായി ചിലവഴിക്കണമെന്നും ലഭിച്ച ഔട്ട്പുട്ട് എന്തുതന്നെ ആയാലും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട ഫീഡ്ബാക്കുകൾ സ്വീകരിക്കണമെന്നും ChatGPT എന്നോട് പറഞ്ഞു. സത്യത്തിൽ ആ നിർദ്ദേശം മുൻനിർത്തിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതായത് കൃത്യമായ ഇടവേളകളിൽ ചിത്രങ്ങൾ വരയ്ക്കാനും ആ വരച്ച ചിത്രങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്ത് കാണികളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തിയാൽ എന്നെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു ഉപകാരമായിരിക്കും. ഞാൻ തുടക്കത്തിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ വേണ്ടത്ര നിലവാരം ഇല്ലാത്തവയായിരിക്കുമെന്ന് എനിക്ക് ഇപ്പോഴേ നല്ല ഉറപ്പുണ്ട്. പക്ഷേ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്നത് പോലെ കാലക്രമേണ എൻ്റെ ചിത്രങ്ങൾ മികച്ചതായി വരും എന്നാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.